സുഹൃത്തുക്കളെ, ഭക്ഷണത്തെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥം ചില കാര്യങ്ങൾ പറയുന്നത് വളരെ രസകരമാണ്. അടിയന്തരമായി ഓരോരുത്തരുടെയും ചിന്തകളിൽ വരേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ലോകമെമ്പാടും വൈദ്യ വിദ്യാർത്ഥികളെ, അലോപ്പതി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് എന്താണ്? അവരെ പഠിപ്പിക്കുന്ന ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകം എന്താണ് പറയുന്നത്? Quality as well as quantity of food influences health. With governmental advice on healthy diet, maximizing fruits and vegetables. Maximizing fruits and vegetable intake. Inappropriate diet have been linked with disease such as coronary heart disease and cancer. നമ്മുടെ നാട്ടിൽ ക്യാൻസർ കൂടുന്നത്, ഹൃദ്രോഗം കൂടുന്നത് ശരിയല്ലാത്ത ഒരു ഭക്ഷണക്രമം കൊണ്ടാണ് എന്നാണ് ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായൊരു ഭക്ഷണ ശൈലിയിൽ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, ഗുണമേന്മ, അതേപോലെ തന്നെ അളവ് വളരെ നിർണായകമാണ്. അതിൽ പ്രധാനമായും മാക്സിമൈസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇൻടേക്ക്. എത്രത്തോളം കൂട്ടാമോ, എത്രത്തോളം കൂട്ടിയെടുക്കാവോ അത്രത്തോളം പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുന്നതാണ് ആരോഗ്യകരമെന്നാണ് മെഡിക്കൽ ടെക്സ്റ്റ് സൂചിപ്പിക്കുന്നത്. ഇറച്ചിയും മുട്ടയും മീനും പാലുമൊക്കെ ധാരാളം കഴിക്കണം എന്ന ഒരു ധാരണയിലാണ് ഇന്ന് നാം എല്ലാവരും കഴിഞ്ഞുകൂടുന്നത്. പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിക്കുന്നവർക്ക് ആരോഗ്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഭയം പോലും ആളുകളുടെ ഉള്ളിൽ കട്ടപിടിച്ച് നിൽക്കുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കണം, അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസം വരാത്തവരുണ്ട്. മരുന്ന് കഴിക്കുകയല്ലേ വേണ്ടത് എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്നാൽ ശരിയായ ഒരു ആരോഗ്യക്രമമാണ്, ആരോഗ്യമാണ്, ആഹാരമാണ് ആരോഗ്യത്തെ നൽകുന്നത്. ആഹാരത്തിന്റെ ഗുണമനുസരിച്ചുള്ള ആരോഗ്യമാണ്, ആരോഗ്യത്തിന്റെ ഗുണമാണ്, ദോഷമാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് രക്ത, മജ്ജ, മാംസാദികളായി തീരുന്നു. അതിന്റെ ക്വാളിറ്റി, അതിന്റെ ആരോഗ്യം, അതിന്റെ ഉന്മേഷം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, ഭക്ഷണത്തിന്റെ ആരോഗ്യം, ഭക്ഷണത്തിന്റെ ഉന്മേഷം, അത് മാത്രമാണ്. ഇവിടെ ഈ ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഇതില് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പോർഷൻ ഓഫ് കീ ഫുഡ് ഗ്രൂപ്സ് റെക്കമെൻഡഡ് ഫോർ എ ഹെൽത്തി വെൽ ബാലൻസ്ഡ് ഡയറ്റ്. ആ റെക്കമെൻഡേഷൻ, ഒരു ആരോഗ്യകരവും സമതുലിതവുമായ ഒരു ഭക്ഷണക്രമത്തെക്കുറിച്ച് മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് നിർദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. ഇവിടെയാണ് ആരോഗ്യ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള ആധുനിക വൈദ്യശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ കാണുന്നത്. ഈ പച്ച നിറത്തിൽ കാണുന്ന ഭാഗം മുഴുവൻ നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. അപ്പുറത്ത് അതേ അളവിൽ കാണുന്ന ആ ഭാഗത്ത്, ഏതാണ്ട് ഓറഞ്ച് നിറത്തിലുള്ള ആ ഭാഗത്ത് ചോറും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് കൂടിയ സാധനങ്ങൾ, അതിൻ്റെ താഴെ മഞ്ഞ നിറത്തിൽ വരുന്നത് പാലുൽപ്പന്നങ്ങൾ, അതിനിപ്പുറത്ത് ചുവന്ന നിറത്തിൽ കാണുന്നത് ഇറച്ചി, മത്സ്യം, മുട്ട, ബീൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെയും അതിൻ്റെ ഇടയിലായി വളരെ ചെറിയ അളവിൽ കാണുന്ന ആ ഭാഗത്ത് നിങ്ങൾക്ക് കൊഴുപ്പ് കൂടിയ
മധുരമുള്ള പാനീയങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആവാം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അളവിൽ എത്രത്തോളം ചോറ് നിങ്ങൾ കഴിക്കുന്നോ അത്ര തന്നെ പഴങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം. ഓർക്കണം, എത്ര നിങ്ങൾ ചോറ് കഴിക്കുന്നോ അത്ര തന്നെ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചിരിക്കണം. പിന്നെ മെഡിക്കൽ ടെക്സ്റ്റ് പാലിനെ കുറിച്ച്, പാലുൽപ്പന്നങ്ങളെ കുറിച്ച് പറയുന്നു. അതൊരു 15% ആവാം. 30%-ഓളമെങ്കിലും 30% വീതം ചോറ്, 30% പഴങ്ങൾ പച്ചക്കറികൾ, 15%-ഓളം പാലുൽപ്പന്നങ്ങൾ, മറ്റൊരു 15% ഇറച്ചി, മീന്, മുട്ട അങ്ങനെയുള്ളവ, ഒരു 5 തുടങ്ങി 10% മാത്രം മധുരവും കൊഴുപ്പും ഒക്കെ ആയിട്ടുള്ള പാനീയങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്കാകാം. ഇത് നിങ്ങളുടെ വിവേകം കൂടെ ചേർത്ത് നിങ്ങളുടെ പ്രദേശം, നിങ്ങളുടെ മതവിശ്വാസം, ജാതിയിലെ വിശ്വാസം, സാഹചര്യം, ധനസ്ഥിതി ഇതെല്ലാം ചേർത്തിട്ടാണ് ഓരോരുത്തരും അവരവരുടെ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് രാഷ്ട്രീയം കൂടെ കടന്നുകൂടിയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ പ്രകൃതി ചികിത്സകർ ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു രോഗിയാണോ, രോഗം മാറ്റാൻ വേവിച്ച ആഹാര സാധനങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ രോഗത്തെ മാറ്റിത്തരാൻ ഇറച്ചിക്കും മീനിനും മുട്ടയ്ക്കും പാലിനും ഒന്നും കഴിയില്ല, ചോറിന് പോലും കഴിയില്ല. രോഗം മാറണോ, നിങ്ങൾ വേവിക്കാത്ത ആഹാരം കഴിക്കണം. പഴങ്ങളായിട്ട്, വേവിക്കാത്ത പച്ചക്കറികളായിട്ട്, കരിക്ക്, തേങ്ങ, നാരങ്ങ വെള്ളം, പച്ചവെള്ളം, ആ രീതിയിലുള്ള ഒരു ഡയറ്റിൽ തന്നെ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, രോഗത്തിന്റെ ഗൗരവം അനുസരിച്ച് 3 മാസം, ക്യാൻസർ ഒക്കെ ആണെങ്കിൽ 1 കൊല്ലം, അതിനിടയ്ക്ക് ഒരു തെറ്റുപോലും വരുത്താതെ നിങ്ങൾ തുടരണം. ഇപ്പോ ഞങ്ങൾ പ്രകൃതി ചികിത്സകർ ഏതൊക്കെയോ മരുന്ന് വിൽക്കുന്നു എന്നൊക്കെ ധാരണയുള്ള ആളുകളുണ്ട്. എന്തൊക്കെയോ ചികിത്സകൾ ആളുകളിലേക്ക് ചെയ്യുകയാണ് എന്ന് കരുതിയിട്ടുള്ള ധാരാളം പേരുണ്ട്. മറ്റൊരു ചികിത്സ പോലെ ഒരു ചികിത്സയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ധരിച്ചിട്ടുള്ളവര് ദയവായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളൊന്ന് സന്ദർശിക്കണം. നേച്ചർ ലൈഫ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാവുന്ന രീതിയിൽ തുറന്നു കിടക്കുകയാണ്. ഒരു മരുന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല, പച്ചമരുന്നും കൊടുക്കുന്നില്ല, രാസമരുന്നും കൊടുക്കുന്നില്ല, ഒരു മരുന്നും ഇല്ല. ഭക്ഷണമാണ് മരുന്ന്. ഹിപ്പോക്രാറ്റസ് അത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമായിരിക്കട്ടെ നിന്റെ മരുന്ന്, ഔഷധം. അപ്പോ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് ആരോഗ്യപൂർവം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആരോഗ്യ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് നിർദ്ദേശിക്കുന്ന ഒരു ഡയറ്റ് ഇതാണ്. എന്നാൽ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില പരാതികളൊക്കെ ഉണ്ട്. കാരണം അത് ഒരു രോഗി എന്ത് ഭക്ഷണം കഴിക്കണം, ഒരു രോഗി, പനിയുള്ള ഒരാൾ എന്ത് കഴിക്കണം, ഹാർട്ട് അറ്റാക്ക് ഉള്ള ആൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അത് മൗനം പാലിക്കുകയാണ്. പലപ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് ഒരു ന്യൂട്രീഷ്യസ് ആയ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതിലെ ആ ജീവാംശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ വലിയ താമസമില്ലാതെ ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതൊക്കെ ചേർക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഒരു 3-4 ലക്കങ്ങളായിട്ട് ഡേവിഡ്സണ് തന്നെ വരുന്ന മാറ്റങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. മദ്യം ഒരു പ്രധാനപ്പെട്ട രോഗമായിട്ടും പുകവലി രോഗ കാരണമായിട്ടും ഒക്കെ ആയിട്ട് അത് ഇങ്ങനെ മാറി വരുന്നത്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഒരു രോഗകാരണമായിട്ട് വരുന്നതൊക്കെ കാണുന്നുണ്ട്. ഏതായാലും പ്രകൃതി ചികിത്സയുടെ സങ്കല്പങ്ങളോട് ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം ഡോക്ടർമാരിപ്പോ പ്രകൃതി രീതികളുടെ ഉപദേശം തേടുന്നുണ്ട്. പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ വന്ന് താമസിച്ച് ചികിത്സ ചെയ്യുന്നുണ്ട്. അവരവരുടെ ഹോസ്പിറ്റലുകളിൽ അവരുടെ സർജറിക്ക് മുമ്പുള്ള ഭാഗങ്ങളിലും സർജറിക്ക് ശേഷമുള്ള ഭാഗങ്ങളിലും ഒക്കെ ആയി പ്രകൃതി ചികിത്സാ ഭക്ഷണക്രമത്തെ, ഉപവാസത്തെ സ്വീകരിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.